بشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى جلسة العاشرة من تدبر سورة البقرة. هل تذكرون أين وقفنا؟ وقفنا في وسط قصة البقرة، صح؟ قصة البقرة، رسالة قصة البقرة. قصة البقرة ഓർമ്മയുണ്ടോ? ബക്കറയുടെ ചരിത്രം. പശുവിന്റെ കഥ. പശുവിന്റെ കഥ. ഓക്കെ, ഞാൻ 10 പ്രാവശ്യം ചോദിച്ചിട്ടാണ് നിങ്ങൾ 2 പ്രാവശ്യം പറയുന്നത്. ശരി, നമുക്ക് 70-ാം സൂക്തം മുതൽ 76-ാം സൂക്തം വരെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا ادع لنا ربك يبين لنا ما هي. قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. നമ്മൾ പറഞ്ഞു നിർത്തിയത് അവരോട് പശുവിനെ അറക്കാൻ പറഞ്ഞു. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തസ്ബഹു ബഖറതൻ എന്നാണ്. ഒരു പശുവിനെ അറക്കുക. അൽ പറഞ്ഞിട്ട് അൽ ഉപയോഗിക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പശുവിനെ അറക്കുക എന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷെ അവര് നിരന്തരം ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, എങ്ങനെയുള്ള പശുവിനെയാണ് ഞങ്ങൾ അറക്കേണ്ടത്. അതാണ് തുടർന്ന് അങ്ങോട്ട്
ശരിയായിരിക്കും. ആദ്യം പറഞ്ഞു എങ്ങനെയുള്ള പശുവാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊരു മിതപ്രായ ഒരു മീഡിയം പ്രായത്തിലുള്ളതാണ് നല്ലത് എന്ന് പറഞ്ഞു. പിന്നെയും അവരതിന്റെ നിറം ചോദിച്ചു. അപ്പോ അള്ളാഹ് പറഞ്ഞു അത് മഞ്ഞ നിറത്തിലുള്ളതാണ്, തെളിഞ്ഞ മഞ്ഞ നിറം ആയിരിക്കണം എന്ന് പറഞ്ഞു. കാഴ്ചക്കാർക്ക് കൗതുകമുള്ളത്, എല്ലാം ഇഷ്ടപ്പെടുന്നത് ആയിരിക്കണം എന്ന്. വീണ്ടും അവർ ചോദിക്കുകയാണ്, ഒരു കാര്യം ഞാൻ നിങ്ങളെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എല്ലാം ഈ വഖഫിന്റെ അടയാളം ഇട്ടിരിക്കുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ നോക്കുമ്പോൾ അത് തികച്ചും അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് പണ്ഡിതന്മാർ അവിടെ അടയാളം കൊടുത്തതാണെങ്കിലും അത് തികച്ചും അർത്ഥവത്തായ രീതിയിലാണ് അടയാളം കൊടുത്തിരിക്കുന്നത്. അവിടെ എല്ലാം നമ്മൾ നിർത്തി ഓതുന്നതാണ് ഉത്തമം. അടയാളം കൊടുത്തിരിക്കുന്നതൊക്കെയും നിർത്തി ഓതുക. പിന്നെ നമ്മൾ അതിൻ്റെ തജ്വീദിൻ്റെ വേറെ വിശദാംശങ്ങളിലേക്കും അവിടെ നിർത്തി ഓതാമോ ചേർത്തോതാമോ, അതിൻ്റെ ചേർത്തോതിയാലുള്ള നിയമം എന്താണ്, നിർത്തി ഓതിയാലുള്ള നിയമം എന്താണ് എന്ന വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അത് തജ്വീദിൻ്റെ ആഴത്തിലുള്ള പഠനത്തിലേക്കാണ് പോകുന്നത്, തഫ്സീറിൻ്റെ പഠനത്തിലേക്കും പോകും. ഒരു പ്രാഥമികമായ വായനക്കാരനെ ഉദ്ദേശിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം നിർത്താനുള്ള അടയാളമാണോ ഇട്ടിരിക്കുന്നത്, അവിടെയെല്ലാം എന്ത് ചെയ്യുക, നിർത്തി പാരായണം ചെയ്യുക. ഇവിടെയൊക്കെ നമുക്ക് ഒന്നുകിൽ ആ വചന ശൈലി, വാക്യശൈലി മാറുന്നുണ്ടാവും. അള്ളാഹ് പറയുന്നത് അള്ളാഹിൻ്റെ വാക്കായിട്ടും അതേപോലെ പൊതുവിലുള്ള വാക്കായിട്ടും അല്ലാതെയും പറയുന്ന രീതിയിൽ സംഭാഷണ ശൈലി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെയൊക്കെ ചേർത്തോതിയാൽ അർത്ഥം തികച്ചും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ അവിടെ നിർത്തി ഓതിയാൽ ആശയം വ്യക്തമാകുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ സാധാരണ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെയെല്ലാം നിർത്തി ആണ് വായിക്കണം, അല്ലെങ്കിൽ പാരായണം ചെയ്യണം. നമ്മൾ വായനയാണ് ഖുർആൻ മനസ്സിലാക്കി വായനയായതുകൊണ്ടാണ് വായന എന്ന് പറയുന്നത്. പാരായണം എന്നത് എന്താണ്, ആർക്കോ വേണ്ടിയുള്ള പാരായണം. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തിയിരിക്കുന്ന അടയാളം നിങ്ങൾ നോക്കിയാൽ, ഞാനിവിടെ നിർത്തി നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഖാലിദൂന റബ്ബക യുബയ്യിൻ ലനാ മാഹി എന്നാണ് നേരത്തെ നിർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തില്ല, ഇവിടെ നിർത്തില്ല. കണ്ടോ, 68-ാം സൂക്തത്തിൽ ഖാലിദൂന റബ്ബക യുബയ്യിൻ ലനാ മാഹി എന്ന് പറഞ്ഞിടത്ത് നിർത്തുന്നുണ്ട്. കാരണം എന്താ, അവിടെ ചോദ്യം തീരുകയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രസ്താവന തീരുകയാണ്. താങ്കൾ രക്ഷിതാവിനോട് പറയും ഞങ്ങൾക്ക് അത് എന്താണ് എന്ന് വ്യക്തമാക്കി തരാൻ. അതോടുകൂടി അവരുടെ പ്രസ്താവന തീർന്നു. പിന്നെ കാല ഇന്നഹു യഖൂലു എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു ഇന്നഹു യഖൂലു, റബ്ബ് പറയുന്നു എന്ന്. അപ്പോൾ വേറൊരു വചന ശൈലിയാണ്. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എന്താണ് അതിലുള്ള മാറ്റം എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ ഇന്ന ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഇത്രയും ഖൗമിന്റെ വാക്യമാണ്. ഖൗമ് പറയുന്നതായിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. സമൂഹം എന്ത് പറഞ്ഞു, റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ, താങ്കളുടെ റബ്ബിനോട് പറയൂ അത് എന്താണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ. പിന്നെന്താണ് അവർ കൂടെ പറയുന്നത്, ഇന്നൽ ബഖറ തശാബഹ അലൈനാ, പശു ഞങ്ങൾക്ക് സാദൃശ്യമുള്ളതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയാസ്പദമായിരിക്കുന്നു. അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഞങ്ങൾ മുഹ്തദൂൻ. മുഹ്തദൂന്റെ പൂർണ്ണക്രിയ എന്താണ്, മാർഗം പ്രാപിച്ചു. അതിന്റെ കൽപ്പന, അതിന്റെ കർത്താവ് രൂപമാണ്. മുഹ്തദൂന്റെ ഏകവചനം എന്തായിരിക്കും, മുഹ്തദീൻ എന്നാണ്. മുഹ്തദീൻ. ഇഹ്തദ എന്ന് പറയുമ്പോൾ അവസാനം ദീർഘത്തിന്റെ യാ വരുന്നത് കൊണ്ട് അവിടെ ആ ദീർഘത്തിന്റെ അക്ഷരം കളഞ്ഞിട്ടാണ് കർത്താവിന്റെ രൂപം ഉണ്ടാക്കുന്നത്. അപ്പൊ മുഹ്തദീൻ എന്നാണ് വരിക. പക്ഷേ ബഹുവചനം വരുമ്പോൾ മുഹ്തദൂൻ എന്നും. അവിടെ അൽ ചേർന്ന് വന്നാൽ എന്ത് വരും, അൽ മുഹ്തദി എന്ന് വരും. അൽ മുഹ്തദി അത് ഏതൊരു ആയത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ
ഹിദായത്തുള്ളവരാകുമായിരുന്നു, ഞങ്ങൾ നേർമാർഗത്തിലാകുമായിരുന്നു, ശരി ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു എന്ന് കൗം പറഞ്ഞു. കാല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, റബ്ബ് പറയുന്നു, ഇന്നഹു അവൻ പറയുന്നു എന്ന് പറഞ്ഞാൽ റബ്ബ് പറയുന്നു, എന്റെ റബ്ബ് പറയുന്നു. ഉദുഅ റബ്ബക്ക എന്നാണ് പറഞ്ഞത്, താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കൂ, ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോ മൂസാ നബി അലൈഹി സ്വലാം പറയുകയാണ്, റബ്ബ് പറയുന്നു, യഖൂലു ഇന്നഹാ ബഖറത്തുൻ, തീർച്ചയായും അതൊരു ബക്കറയാണ്, ലാ ദലൂല്. അതെന്താണ് ലാ ദലൂല്? അത് ഉപയോഗപ്പെടുത്തിയതല്ല, വഴങ്ങുന്നതല്ല. ജില്ലത്ത് എന്താ? ജില്ലത്ത്. ദുരിബത്ത് അലൈഹിമു ദില്ലത്തു, അവരിൽ നിന്ദ്യത മുദ്ര. നിന്ദ്യത. നിന്ദ്യത എങ്ങനെ ഉണ്ടാകുന്നു? മറ്റുള്ളവർ ചവിട്ടി തേക്കുന്നു, അല്ലേ? അപ്പൊ ദലൂൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വഴങ്ങിയത്. അപ്പൊ എന്താ വഴങ്ങിയെന്ന് പറഞ്ഞാൽ? ലാ ദലൂലൻ. മുസഖറത്തുൻ ബിൽ അമൽ എന്നാണ് അതിന്റെ അറബി ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. മുസഖറത്തുൻ എന്ന് പറഞ്ഞാൽ അത് കീഴ്പ്പെടുത്തപ്പെട്ടതല്ല. മുസഖർ ദലൂൽ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തപ്പെട്ടത്, ലിൽ അമൽ ജോലിക്ക്. അപ്പൊ ലാ ദലൂലുൻ അത് പണിക്ക് ഉപയോഗപ്പെടുത്തുന്നതല്ല. എങ്ങനെയുള്ള പണിക്ക്? തുസീറുൽ അർദ. അസാറ യുസീറു എന്ന് പറഞ്ഞാല് ഉഴുതു മറിച്ചു. അസാറ ഉഴുതു മറിച്ചു. തുസീറുൽ അർദ ഭൂമി ഉഴുതു മറിക്കാൻ വേണ്ടി, ലാ ദലൂലുൻ അതിന് പണിക്ക് ഉപയോഗിച്ചതല്ല. വലാ തസ്കൽ ഹർസ, സഖാ യസ്കീൽ അർത്ഥം എന്താണ്? സഖാ കുടിച്ചു എന്നാ? എന്താണ്? നനയ്ക്കുകയാണ്. സഖാ എന്ന് പറഞ്ഞാൽ നനയ്ക്കുകയാണ്, അല്ലേ? അപ്പൊ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി, എന്നെ നനച്ച റബ്ബിന് അതെന്താ അർത്ഥം? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി. കുടിപ്പിച്ച. സഖാ എന്ന് പറഞ്ഞാൽ കുടിപ്പിച്ചു എന്നാ അർത്ഥം. വലാ തസ്കൽ ഹറസ, അത് ഹറസ്. ഹറസ് എന്താ? വയല്. ഹറസ് കൃഷി. കൃഷിക്ക് വെള്ളം കുടിപ്പിക്കുന്നതല്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ ട്രാൻസ്ലേഷൻ പഠിച്ചു വെച്ചിട്ട് അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവും, നിങ്ങൾ നനയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ട്രാൻസ്ലേഷൻ നനച്ചൊന്ന് എഴുതിയിരിക്കുന്നത്. സക്കായസ്കി എന്ന് പറഞ്ഞാൽ നനച്ചു നിങ്ങൾ പഠിച്ചു വെച്ചാൽ മറ്റുള്ള സ്ഥലത്ത് വന്നാൽ അത് മനസ്സിലാവില്ല. നമ്മൾ അതാണ് ചിന്തിക്കണം. ഒരു വാക്ക് പറയുമ്പോൾ ഈ വാക്ക് ഞാൻ നിത്യജീവിതത്തിൽ എന്ത് രീതിയിൽ ഉപയോഗിക്കുന്നു, അപ്പൊ എല്ലാ സ്ഥലത്തും പറ്റുന്ന രീതിയിലുള്ള അർത്ഥം പറയേണ്ടത്. സക്ക എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ചു എന്നാണ് അർത്ഥം. കൃഷിയെ കുളിപ്പിച്ചു എന്നാകുമ്പോൾ കൃഷിക്ക് നനയ്ക്കുന്നു എന്ന് നമ്മൾ പറയും. അതേപോലെ ലാ തസ്കൽ ഹറസ, അത് കൃഷിയെ നനയ്ക്കുന്നതും ആകാൻ പാടില്ല. ടാസ്കെ കുളിപ്പിച്ചെന്നാണ്. കൃഷിയുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ മാത്രമാണ് നനയ്ക്കുക എന്ന് പറയുന്നത്. അത് രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ പറയേണ്ടത്. ഒന്നാം ഘട്ടത്തിൽ അതിന്റെ ഒറിജിനൽ അർത്ഥമാണ് പറയുന്നത്. നമ്മൾ വായന്ന് വരേണ്ടത് സക്കായസ്കി കുളിപ്പിച്ചു. വാനത്തും ശുക്കാറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വാനത്തും ശുക്കാറ എന്ന് പറഞ്ഞു. ശുക്കാറാണ്. ആ, അത് ഷുഗറൊക്കെ ഇംഗ്ലീഷിലാണ്. ആ സുക്കാരയുടെ കാഫല്ല ഇവിടെ ഉള്ളത്, സക്കായാണ്. സക്ക കോഫാണ്, കോഫ്. ഓക്കെ. അല്ലാഹു മസ്കിന എന്ന് പറയുമ്പോ എന്താ പറയുന്നത്? അല്ലാഹു മസ്കിന ഗൈസൻ, ഗൈസൻ. സക്ക ഇസ്കിയുടെ കൽപ്പനക്രിയയാണ്. ഇസ്കി, ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണം.
ഞങ്ങൾക്ക് വെള്ളം തരയണമേ. മഴയ്ക്കൊന്നും അറബിയല്ല, മഴയ്ക്ക് സാറേ. മത്താർ. പഠിക്കാം. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണെന്ന് പഠിക്കുക. സക്ക മത്തർ. പഠിപ്പിച്ചു, അല്ലെങ്കിൽ വെള്ളം നൽകി. പഠിപ്പിച്ചു അല്ലെങ്കിൽ വെള്ളം നൽകി. അപ്പൊ നമ്മൾ പറയുന്നത് അള്ളാഹ് മസ്കിന, യാ അള്ളാഹ് ഞങ്ങൾക്ക് വെള്ളം നൽകണമേ. ഓക്കെ. മഴയ്ക്ക് പറയുന്നത് മത്തർ എന്ന് പറയും. മത്തർ. ഓക്കെ. തസ്കൽ ഹർസ. അപ്പോ എന്താകാൻ പാടില്ല? അത് കൃഷിയെ നനയ്ക്കുന്നതുമാകാൻ പാടില്ല. മുസല്ലമത്തുൻ എന്താകണം? സുരക്ഷിതമാണ്. സുരക്ഷിതമാണ്. സല്ലമത്തുൻ എന്താ അർത്ഥം എഴുതുന്നത്? മുസല്ലമത്തുൻ കുറ്റമറ്റതാകും. കുറ്റമറ്റാണ്. കുറ്റമറ്റതാകണം. അതെന്താണ്? കുറവുകൾ ഇല്ലാത്തതാകണം. സല്ലമത്തുൻ. സംസാരിക്കുമ്പോ ഷിയത്തുൻ എന്ന് പറഞ്ഞാൽ മൈക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കണേ എല്ലാരും. ഷിയത്തുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അടയാളം അല്ലെങ്കിൽ കല എന്നൊക്കെ പറയും. കല എന്ന് പറഞ്ഞാൽ ആർട്ടല്ല. അവിടെ ഒരു കല വീണിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു അടയാളം വീണിട്ടുണ്ട്, ഒരു വര വീണിട്ടുള്ളതെന്നൊക്കെ പറയും. അപ്പൊ ലാ ഷിയത്ത ഫീഹ, അതിലെന്താകാൻ പാടില്ല? കലകൾ ഉണ്ടാകാൻ പാടില്ല. അടയാളങ്ങൾ അല്ലെങ്കിൽ കലകൾ. ഷിയത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ അലാമത്തു അവിൽ ലൗനിൽ മുഖാലിഫു ലിൽ ലൗനിൽ അസിലി എന്നാണ്. ഷിയത്ത് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നിറത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിറം വീണു, അതിനാണ് നമ്മൾ വരയെന്നോ കുറിയെന്നൊക്കെ പറയുന്നത്. അപ്പൊ വരയും കുറിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഒറിജിനൽ നിറത്തിൽ തന്നെ ഉണ്ടാകണം. സുരക്ഷിതമായ എല്ലാ കുറവുകളിൽ നിന്നും സുരക്ഷിതമായിരിക്കണം. രാഷ്ട്രീയത്തെ ഫിഹ. ഇപ്പൊ എന്തായി? അവർക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ആരാധ്യ ദേവതയായി കണ്ടിരുന്ന, ഇഷ്ട മൃഗമായി കണ്ടിരുന്ന ആ മൃഗത്തെ തന്നെ അറക്കേണ്ടി വന്നു. ഇതാണ് അവര്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് ലാ തസ്അലു അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസുഉക്കും എന്ന് പറയും. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവസാനം നമ്മൾ പെട്ടെന്ന് തന്നെ കുടുങ്ങും. അതുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ ചെയ്യുക. ആദ്യം എന്താ പറഞ്ഞത്? ബഹു ബക്കറ എന്ന് പറഞ്ഞു. ഒരു പശുവിന് ഏതെങ്കിലും ഒരു പശുവിനെ അർത്ഥം മതിയായിരുന്നു. അവസാനം പറഞ്ഞു വന്നപ്പോൾ കുറവുകളും ഒന്നുമില്ലാത്ത, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ലാളിച്ചു വളർത്തുന്ന, അല്ലെങ്കിൽ പലരും ആരാധ്യ ദേവതയായി കാണുന്ന അങ്ങനെയുള്ള പശുവിനെ തന്നെ അവർക്ക് അരക്കേണ്ടി വന്നു. പക്ഷെ എങ്കിലും അവർ പറഞ്ഞു ഖാലു അൽ ആന ജിഅ്ത ബിൽ ഹഖ്, ഖാലു അൽ ആന ജിഅ്ത ബിൽ ഹഖ്, ഇപ്പോഴാണ് നീ സത്യം കൊണ്ടുവന്നത്. അല്ലാതെ ജിഅ്ത ബിൽ ഹഖ്, ജിഅ്ത നീ വന്നു, ബിൽ ഹഖ് സത്യവുമായി, നീ സത്യം കൊണ്ടുവന്നു. ജാഅ ബി കൊണ്ടുവന്നു. അൽ ആന ഇപ്പോൾ. ഖാലുൽ ആന, ഖാലുൽ ആന ജിഅ്ത ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഖാലു അവർ പറഞ്ഞു അൽ ആന ജിഅ്ത ബിൽ ഹഖ്, ഇപ്പോഴാണ് നീ സത്യം പറഞ്ഞത്. ഫദബഹുഹ, അവരതിനെ അറുത്തു. അങ്ങനെ അവര് അതിനെ അറുത്തു. അങ്ങനെ അവസാനം അവർക്ക് ഗത്യന്തരമില്ലാതെ അവര് അറക്കേണ്ടി വന്നു. ദബഹ, ദബഹ എന്ന് പറഞ്ഞാൽ നഹറ എന്ന് പറഞ്ഞതുപോലെ തന്നെ വൻഹർ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ വാക്കാണ് ദബഹ. ദബഹയും നഹറയും ഒരേപോലെ തന്നെയാണ്. അപ്പൊ ദബഹുഹ, അവരതിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, കാദ നമ്മൾ പഠിച്ചല്ലോ. കാദിന് എന്താ അർത്ഥം? എന്താ തന്ത്രം പ്രയോഗിച്ചു. കാദ തന്ത്രം പ്രയോഗിച്ചു. അല്ലല്ല, കാദ അത് കാദ യക്കീതുമാണ്. കാദ യക്കാതുമാണ്. ആയിരുന്നു എന്നുള്ള
അത് കാനയാണ് ആയിരുന്നു. കാന കാതു ആയി. അത് ഓർക്കുന്നില്ല ആരും. ഇത് പഠിച്ചിട്ടില്ല. ഏത് കഥ ഇത്? കാത ആകുമാറായി. ഏ എന്തായാലും തക്കാതുൽ ബർഖ് യക്കാതുൽ ബർഖു യഖ്തഫ അബ്സാറഹു എന്ന് പഠിച്ചല്ലോ. ആ ആ ശരി. ആ കാതയാണിത്. അവിടെ യക്കാതു പോസിറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യക്കാതുൽ ബർഖു യഖ്തഫ അബ്സാറഹും. മിന്നൽ പിണർ അവരുടെ കാഴ്ച റാഞ്ചി എടുക്കുമാറായി. ഇപ്പോൾ റാഞ്ചി എടുക്കും എന്ന അവസ്ഥയിലെത്തി. ആകാനെടുത്തു എന്നാണ് കാതയുടെ മലയാളത്തിൽ പറയുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ നെഗറ്റീവ് ആയിട്ടാണ്. ഒമാ കാതു യഫ് അലൂൻ. അവർ ചെയ്യുമായിരുന്നില്ല. അവർ ചെയ്യുമായിരുന്നില്ല. ചെയ്യാതിരിക്കാനുള്ള എല്ലാ തന്ത്രവുമാണ് അവർ ഉപയോഗിച്ചത്. തന്ത്രം ഈ കാതയുടെ മീനിങ് അല്ല പറഞ്ഞത്. അതിനു വേണ്ടിയുള്ള എല്ലാ ആസൂത്രണവുമാണ് അവർ ചെയ്തത്. ഒമാ കാതു യഫ് അലൂൻ. അവർ ചെയ്യുമായിരുന്നില്ല. അവരത് പ്രവർത്തിക്കുമായിരുന്നില്ല. നഫ്സൻ. അപ്പൊ ഈ രണ്ട് സംഭവവും ഒന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഖുർആനിൽ പറഞ്ഞത് മാത്രമേ നമുക്ക് ആധികാരികമായി വിശ്വസിക്കാൻ പറ്റൂ. ഇസ്രായേലി കഥകളിൽ പല കഥകളും ഈ സംബന്ധമായി പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ ആധികാരികമായി എടുക്കേണ്ടതില്ല. എങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് നമുക്ക് പറയാം. അപ്പോ ഇത് പറയുമ്പോൾ കാര്യം മനസ്സിലാവും. ഖതൽതും നഫ്സൻ. നിങ്ങൾ ഒരാളെ ഒരു ആത്മാവിനെ വധിച്ച സന്ദർഭം. ഇത് ഖതൽതും നഫ്സൻ. നിങ്ങൾ ഒരു ആത്മാവിനെ വധിച്ച സന്ദർഭം. ഒരാളെ വധിച്ചു എന്നാണ് ഉണ്ടായത്. ഫദ്ദാറഅതും. ഇദ്ദാറഅ എന്ന് പറഞ്ഞാൽ പരസ്പരം ആരോപിച്ചു. എന്താണ്? ഒരു സംഗതിയിൽ നിന്ന് മാറിയിക്ക. മാറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വാക്ക്? കലയിക്കുക, കലയിച്ച് മാറി, തർക്കിക്കുക. തർക്കിക്കുക, കലയിക്കുക, കലയിച്ച് മാറി. തർക്കിക്കുക, കലയിച്ച് മാറുക. തർക്കിക്കുകയോ? തർക്കിക്കുക. പിന്നെ ഒരു സംഗതിയിൽ നിന്ന് പിന്മാറുക. അതാണ് തർക്കിച്ച് പിന്മാറുകയാണോ? തർക്കിച്ച് പിന്മാറുക, കലയിക്കുക, ഒഴിഞ്ഞു മാറുക. അങ്ങനെയാണ് എഴുതി തന്നേക്കുന്നത്. നോഷൻ തന്നേക്കുന്നത് അങ്ങനെയാ, തർക്കിച്ച് പിന്മാറുക. തർക്കിച്ച് ഒഴിഞ്ഞു മാറി. തർക്കിച്ച് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ആരോപിച്ചു. ഇദ്ദാറഅതും. നിങ്ങൾ പരസ്പരം ആരോപിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നു. ഇപ്പൊ ഇസ്രായേലിയാത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഇസ്രായേൽ കഥകളിൽ വന്നിട്ടുള്ള സംഭവമാണ്. ഖുർആൻ ഹദീസിലൊന്നും അതിനെക്കുറിച്ച് വിശദമായി വന്നിട്ടില്ല. ഇത് നമ്മളൊരു സംഭവമായിട്ട് എടുത്താൽ ഇദ്ദാറഅതും ഫീഹ എന്ന് പറഞ്ഞെടുത്താൽ ഒരാളെ കൊന്നു. അവര് മലേഷ്യക്കാരിൽ ഒരാളെ കൊന്നു. അത് പറഞ്ഞ സംഭവം നമുക്ക് കൃത്യമായിട്ട് പറയാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ജന്മി ഉണ്ടായിരുന്നു അവിടെ. ഒരു നല്ല സമ്പന്നനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാളുടെ ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. അയാൾക്ക് മക്കളോ അടുത്ത അനന്തരാവകാശികളോ ഇല്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം പ്രായമായി, നമ്മൾ സാധാരണ വാർദ്ധക്യ സഹജമായ രോഗത്താൽ മരിക്കാറായ എന്ന അവസ്ഥയിലാണ് അദ്ദേഹം. പക്ഷെ എന്നാലും മരിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അനുജന്റെ മകൻ ആളെ അങ്ങ് പിടിച്ച് തട്ടിക്കളഞ്ഞിട്ട് വേറൊരു കുടുംബത്തിന്റെ അവരുടെ താമസ സ്ഥലത്ത് ഈ ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ടു. എന്നിട്ട് പറഞ്ഞു ഇയാളെ അവർ കൊണ്ടുപോയി വധിച്ചു കളഞ്ഞതാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം വധിച്ചെന്തിനാന്ന് ചോദിച്ചാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ വധിച്ചത്. പക്ഷെ വധിച്ചു കഴിഞ്ഞാൽ ഞാനാണ് വധിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടുപിടിച്ച് അയാളെ കൊന്നുകളയില്ലേ? അയാളാണ് വധിച്ചെന്ന് അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു?
വേറൊരു സമൂഹം, മറ്റൊരു ഫാമിലിയുടെ അധിവസിക്കുന്ന സ്ഥലത്ത്, വേറൊരു കുടുംബക്കാർ അധിവസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഡെഡ്ബോഡി ഇട്ടു. എന്നിട്ട് അവരാണ് ഇദ്ദേഹത്തെ കൊന്നത് എന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ എത്തുന്നത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇദ്ബഹു ബഖറ, ഒരു പശുവിനെ കൊല്ലുന്നു. അങ്ങനെ ഈ പശുവിനെ കൊന്നിട്ട് ആ പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് ഈ ഡെഡ് ബോഡിയിൽ അടിക്കാൻ പറഞ്ഞു എന്നും കഥയിൽ പറയുന്നുണ്ട്. അതല്ല, ഈ മരിച്ച മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ട് മറുഭാഗത്ത് അടിക്കാൻ പറഞ്ഞതായും ചരിത്രത്തിൽ പറയുന്നു. ഇതെല്ലാം ഇസ്രായേലിയാത്ത് ഉള്ളതാണ്, നമുക്ക് ആധികാരിക രേഖയൊന്നുമില്ല. എന്തായിരുന്നാലും ആ സംഭവം മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ കഥ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്താണ്, അപ്പോ ആ കുടുംബക്കാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വധിച്ചിട്ടൊന്നുമില്ല, അത് വേറെ ആരെങ്കിലും വന്നായിരിക്കും. അതാണ് പരസ്പരം ആരോപിച്ചു അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി ആരും, ഞങ്ങളാണ് കൊന്നതെന്ന് ആരും ഏറ്റെടുക്കുന്നില്ലല്ലോ, ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആരും ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ രണ്ട് ഭാഗവും ഒഴിഞ്ഞു മാറി. അപ്പോൾ ഈ ഖത്തർത്തും നഫ്സൻ ഫദ്ദാറഅതും ഫിഹ, പരസ്പരം കുറ്റം ആരോപിച്ച് സ്വയം ഒഴിഞ്ഞു മാറി. പറയുന്നയാള് ഒഴിഞ്ഞു മാറുകയും മറ്റേയാളെ കുറ്റം ആരോപിക്കുകയും ചെയ്യും. ഫദ്ദാറഅതും ഫിഹ, ഫിഹ എന്ന് പറഞ്ഞാൽ ആ നഫ്സിന്റെ കാര്യത്തിൽ. ഹ എന്ന് പറയാൻ കാര്യം നഫ്സ് സ്ത്രീലിംഗം വരുന്നുണ്ട്. വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. കത്തമ യക്തുമു എന്ന് പറഞ്ഞാല് അപശബ്ദം വരുമ്പോൾ എനിക്ക് എന്താണെന്ന് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ മൈക്ക് ഓഫ് ചെയ്യും. അതാണ് ഞാൻ ചെയ്യുക, എനിക്ക് അതേ പറ്റിയാൻ പറ്റും. കത്തമ യക്തുമു എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. പറഞ്ഞാൽ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി, മൈലാഞ്ചി ഇടുമ്പോൾ നിറം വരുമല്ലോ, അതിനാണ് കത്തമ യക്തുമു. മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ എന്താണോ മറച്ചു വെച്ചുകൊണ്ടിരുന്നത് അതിനെ മുഖ്രിജുൻ, അഖ്റജ പുറത്തു കൊണ്ടുവന്നു, അഖ്റജ പുറപ്പെടുവിച്ചു. ഇവിടെ എന്താണ്, മുഖ്രിജുൻ പുറത്തു കൊണ്ടുവന്നവരാണ്, പുറത്തു കൊണ്ടുവരുന്നവരാണ്. നിങ്ങൾ എന്താണോ മറച്ചു വെക്കുന്നത് അതിനെ അള്ളാഹ് പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഡെഡ് ബോഡിയുടെ ഭാഗം അയാളുടെ ബോഡിയിലേക്ക് അടിക്കാൻ പറഞ്ഞതാണോ, അതല്ല ബക്കറയുടെ ഭാഗം, ഒരു ഭാഗം വെച്ചുകൊണ്ട് ഒരു മാംസ കഷ്ണം വെച്ച് അദ്ദേഹത്തിന്റെ ബോഡിയിൽ അടിക്കാൻ പറഞ്ഞതാണോ എന്നത് വ്യക്തമല്ല. എന്തായാലും എന്നാണ്. രണ്ടായിരുന്നാലും അള്ളാഹ് ആ മനുഷ്യനെ ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നാം പറഞ്ഞു, യുദ്രിബൂഹു, അദ്ദേഹത്തെ അടിച്ചു, അതിലെ കൊണ്ട്, ചില ഭാഗങ്ങൾ കൊണ്ട്, കുറച്ച് ഭാഗം കൊണ്ട്. കദാലിക, അപ്പൊ ഇവിടെ കണ്ടോ, അവന് ആ ജീവൻ ഇങ്ങോട്ട് ചേർത്ത് വെച്ചാൽ അത് വേറെ അർത്ഥമായി. അപ്പൊ അവിടെ സെന്റൻസ് തീരുന്നിടത്ത് സെന്റൻസ് നിർത്തി നമ്മൾ വായിക്കുന്നതാണ് നല്ലത്. അല്ലാന ഹക്ക് എന്ന് പറഞ്ഞു, അവിടെ ജീവട്ടിട്ടുണ്ട്. എന്താണ് അവിടെ ആശയം തീരുകയാണ്. മുസല്ലമത്തിൽ ലാ ഷിയ്യത്ത ഫീഹ എന്ന് പറയുന്നിടത്ത് ആശയം തീർന്നു. ഖാലുല്ലാന ജിഅത ബിൽ ഹക്ക് വേറൊരു സ്വത്ത്, വേറൊരു ഭാഗമാണ്. ഫസബഹൂഹ വേറൊരു ഭാഗമാണ്. വഇദ് ഖതൽതു നഫ്സൻ ഫദ്ദാറഅതും ഫീഹ എന്ന് പറഞ്ഞു, അത് വേറൊരു ഭാഗമാണ്. വല്ലാഹു മുഖ്രിജുൻ അടുത്ത ഭാഗമാണ്. അപ്പൊ അങ്ങനെ അവിടെ ഇടയിൽ അടയാളം കിടക്കുന്നിടത്തൊക്കെ നിർത്തി ഓതിയാൽ നമുക്ക് കൃത്യമായ ആശയം മനസ്സിലാവുകയും ചെയ്യും. കദാലിക യുഹ്യില്ലാഹുൽ മൗത, ഇപ്രകാരമാണ് അല്ലാഹ് യുഹ്യില്ലാഹുൽ മൗത, അൽ മൗത മരിച്ചവരെ ജീവിപ്പിക്കുന്നു. എന്താ അർത്ഥം? അല്ല, ആയത്ത് ഒന്നിച്ചർത്ഥം പറയാൻ നമുക്ക് വളരെ ഉത്സാഹമാണല്ലോ. ഒരു വാക്കിന്റെ അർത്ഥം ചോദിക്കുമ്പോൾ എന്താ പറയാത്തത്? ജീവിപ്പിക്കുന്നു. യുടെ അർത്ഥമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം പറയും. എന്ത് ചോദിച്ചു കേട്ടില്ല. അൽ മൗത, മരിച്ചവരെ. മരിച്ചവരെ അല്ല, അൽ മൗത എന്ന് പറഞ്ഞാൽ മരിച്ചവർ. ഇപ്പൊ മൈക്ക് സൗണ്ട് കൂടുതലാണല്ലോ. ഉറക്കം നടത്തണ്ട മൗത്തിന്. മൗത്തിന് ഉറക്കമൊന്നും അർത്ഥമില്ല. റഷീദ് സാഹിബ് ക്ലാസ്സിൽ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നവമാണ് ഉറക്കം.
അല്ല അതല്ല. അപ്പൊ നമ്മള് ഉറക്കത്തിന് എണീച്ച മാത്തന അതെ വഴിയെ ഇന്നോട്ടൂർ എന്ന് പറയല്ലേ? അത് ഒരു അത് ഇതില് മരണമാണത്. ഇത് അത് മാമാത്തന ഇതില് വഴി അത് വേറെ കമ്പാരിസൺ ആണ്. അത് ശരിയാണ്. പ്രകൃതി മരണത്തെ കുറിച്ച് മരണം തന്നെയാണ്. അത് മരണം ഉറക്കം മരണം പോലെയാണ് എന്ന വിശദീകരണത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പറയുമ്പോൾ വേറെ ഒരുപാട് കാര്യം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. തഫ്സീറിൽ അങ്ങനെ കാണാണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. മൗത്ത എന്ന് പറഞ്ഞ് മൗത്ത് എന്ന് പറയുന്നതിന്റെ പര്യായ പദങ്ങളിൽപ്പെട്ടതല്ല ഉറക്കം എന്നത്. ഉറക്കം എന്നത് നൗമ് വേറെ തന്നെയാണ്. നൗമാണ്. മൗത്ത് മരണം വേറെയാണ്. മൗത്തിന്റെ പര്യായ പദത്തിൽപ്പെട്ടതല്ല നൗം. ഇവിടെ എന്താണ്? മരിച്ചവരെ മൗത്ത മരിച്ചവർ എന്നാണെങ്കിൽ അതിന്റെ ഏകവചനം എന്താണ്? മരിച്ചവൻ. മയ്യത്ത്. ഏകവചനം മയ്യത്ത്. മാത്ത യമൂത്തു, മയ്യത്ത് മരിച്ചത്. മൗത്ത മയ്യത്ത് എന്നതിന്റെ ബഹുവചനമാണ്. അംവാത്ത് എന്നും പറയാം, മൗത്ത എന്നും പറയാം. മൗത്ത, ഇപ്രകാരം അള്ളാഹ് മരിച്ചവരെ ജീവിപ്പിക്കുന്നു. യുഹ്യില്ലാഹുൽ മൗത്ത വയുരീക്കും. കെദാലിക്കാന്നല്ല, അപ്രകാരം എന്നല്ല, ഇപ്രകാരം എന്നാണോ? ഇപ്രകാരം ഞാൻ പറഞ്ഞോ? അപ്രകാരം. ഇപ്രകാരം അത് രണ്ടു പ്രാവശ്യം പറഞ്ഞു. ഇപ്രകാരം അപ്രകാരം എന്നല്ലേ? അപ്രകാരം. ഇപ്രകാരം അല്ല, അപ്രകാരം. ആ, ഓക്കെ. ദാലിക്ക അത് ക പോലെ, ദാലിക്ക അതുപോലെ. അതുപോലെ അപ്രകാരം. ഇപ്രകാരം എന്ന് പറയണമെങ്കിൽ ഹാക്കത എന്ന് പറയണം. ഹാക്കതാണോ? ഹാക്കത. വഖദാലിക എന്ന് പറയുന്നത്, വഖദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ എന്ന് പറയുന്നത്, വഖദാലിക അപ്രകാരം നിങ്ങളെ ഉത്തമ മധ്യമ സമൂഹമാക്കി എന്നല്ലേ? നമ്മൾ പറഞ്ഞ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അല്ല, രണ്ടാമത്തത് സാഹിബിൽ നമ്മൾ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്ന്? ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. കദാലിക ഇല്ല, വേറെ വിഷയത്തിലേക്ക് പോയാലേ നമ്മൾ വിഷയം തെറ്റിപ്പോകും. നമ്മൾ പറഞ്ഞു വരുന്നത് മനസ്സിലാവില്ല. അപ്പൊ ഈ ബക്കറയെ അറുക്കുകയും അതുമായി ഉണ്ടായ സംഭവത്തിലൂടെ അവരെ ആരോപിച്ച് പരസ്പരം ആരോപിക്കുകയും അങ്ങനെ ഒരു വിഷയമുണ്ടായി. ഒരാളെ കൊല്ലുകയും പരസ്പരം കുറ്റാരോപിക്കുകയും ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്തു. അതിലൂടെ അള്ളാഹ് എന്ത് ചെയ്തു? ഒരു ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തു. അപ്പോ ഫഖുൽനാദിബൂഹു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇടയിൽ വിട്ടൊരു സംഭവമുണ്ട്. എന്താ വിട്ടത്? അള്ളാഹു മുഖർജിമാ കുന്തും തക്തുമൂൻ എന്ന് പറഞ്ഞു. ഇദ്രിബൂഹു ബിബഅദിഹ എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് അവരടിച്ചു. അതിന്റെ ഭാഗം കൊണ്ട് അവരടിച്ചപ്പോൾ ആ മരിച്ച മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് വന്നിട്ടാണ് എൻ്റെ അനുജന്റെ മകനാണ് എന്നെ കൊന്നത് എന്ന് പറയുകയും പിന്നീട് അയാൾ മരിക്കുകയും ചെയ്തു. കുറച്ചു നേരത്തേക്ക് അയാൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു. കാരണം അങ്ങനെയാണല്ലോ അള്ളാഹു മുഖർജിമാക്കും തക്തുമൂൻ എന്ന് പറഞ്ഞ സംഭവം പറയപ്പെടുന്നത് അങ്ങനെയാണ്. ഈ സംഭവം ശരിയാകണമെങ്കിൽ അയാൾ എഴുന്നേറ്റ് എന്ന് പറയണം, എന്നെ ഇയാളാണ് കൊന്നത് എന്ന്. ഘാതകനെ കുറിച്ച് അയാൾ എഴുന്നേറ്റ് പറഞ്ഞിട്ട് അയാൾ വീണ്ടും മരിച്ചു. ഇതാണ് ഇസ്രായേലിയാത്തിൽ കാണുന്ന ചരിത്രം. നമുക്ക് ഖുർആനിൽ പറഞ്ഞ കാര്യം നമുക്ക് അടിസ്ഥാനപരമായി വിശ്വസിച്ചാൽ മതി. അപ്പോൾ അതിലൂടെ മരിച്ചവരെ അവർക്ക് മനസ്സിലായി, അല്ലെ കൊന്നവരെ അവർക്ക് മനസ്സിലായി, വധിച്ചവരെ ഘാതകനെ കുറിച്ച് അവർക്ക് മനസ്സിലായി എന്നാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്നിട്ട് എന്ത് പറഞ്ഞു? കദാലിക യുഹ്യില്ലാഹുൽ മൗത എന്ന് പറഞ്ഞു. അപ്രകാരമാണ് അള്ളാഹ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ഇയാൾ എഴുന്നേറ്റ് വന്ന് പറഞ്ഞതുപോലെ ഇനി എല്ലാവരും മരിച്ചതിന് ശേഷം അള്ളാഹ്ക്ക് വീണ്ടും ജീവിപ്പിക്കാൻ പറ്റും. യുരീക്കും ആയാത്തിഹി, യുരീക്കും അറാ കാണിച്ചു. യുരീക്കും നിങ്ങളെ കാണിക്കും
ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. അക്കല യഅഖിലു, ചിന്തിക്കുന്നതിന് വേണ്ടി. അക്കല ബുദ്ധി. ആ ബുദ്ധി പോകാതിരിക്കാൻ വേണ്ടിയാണ് എക്കാല് വെച്ച് കെട്ടുന്നത്. ആ കെട്ടുന്ന സാധനത്തിന് എക്കാലെന്നാ പറയുക. തലയിൽ തുണിയിടുമല്ലോ അറബികൾ, തുണിയിട്ട ഒരു സാധനം വെച്ച് കെട്ടും. കാരണം അവിടെ കാറ്റുണ്ടാവും, മഴ ഉണ്ടാവും, പൊടിയുണ്ടാവും. അപ്പോഴീ തുണിയൊന്നും പറന്നു പോകാൻ പാടില്ല. തലയിൽ ഇടുന്ന തുണി മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അവരൊരു കെട്ട് കെട്ടുന്നത്. അപ്പൊ അവര് കെട്ടാൻ എളുപ്പത്തിന് വേണ്ടി എപ്പോഴും ആ റൗണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് ഈ തുണിയെടുത്തിടും, അതിനെടുത്ത് വെച്ചിട്ട് അമർത്തി പിടിച്ചിട്ട് എടുക്കുന്നത്. അതിന് എക്കാലെന്ന് പറയും. സംശയം ചോദിച്ചത് ഇവിടെ അടിക്കാൻ പറഞ്ഞു, പക്ഷെ അത് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് യുഹയില്ലാഹുൽ മൗത്ത എന്ന് പറഞ്ഞതിനാ. അപ്രകാരം അല്ലാഹ് മരിച്ചവരെ ജീവിപ്പിക്കും. അപ്പൊ മുകളിലത്തെ സംഭവവും താഴത്തെ സ്വത്വവും തമ്മിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു എന്നാണ്. അയാൾ എന്തിനാ എഴുന്നേറ്റ് വന്നത്? എന്നെ കൊന്നത് ആരാണ് എന്ന് പറയാൻ. എന്നിട്ട് അയാൾ വീണ്ടും കിടന്ന് മരിച്ചു. ലഅല്ലക്കും തഅഖിലൂൻ. ലഅല്ലക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളാകാൻ വേണ്ടി. ആകാൻ വേണ്ടി. നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾ ബുദ്ധിയുള്ളവരാകുന്നതിന് വേണ്ടി, ചിന്തിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. ഖുലൂബുക്കും, അതിനുശേഷവും നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഖസായഖ്സു എന്ന് കഠിനമായി. കഠിനമായി. ഖസായഖ്സു കഠിനമായി, പരുഷമായി, കാഠിന്യമുള്ളതായി, കട്ടിയുള്ളതായി. ഖസായഖ്സു ദആ യദ്ഉ പറഞ്ഞതുപോലെ. അപ്പോ ദആ യദ്ഉ ദഅത്ത്, ദആ അവൻ ക്ഷണിച്ചു, വിളിച്ചു, പ്രാർത്ഥിച്ചു. ദഅത്ത് അവൾ പ്രാർത്ഥിച്ചു. ഖസ കടുത്തു, അവൻ കടുത്തു. ഖസത്ത് അത് കടുത്തു, അല്ലെങ്കിൽ അവൾ കടുത്തു. അവൾ കടുത്തു എന്ന് പറയാൻ കാരണം ഉലൂബ് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ഉലൂബ് ബഹുവചനമാണെങ്കിലും ഉലൂബിന് മുമ്പ് ക്രിയ വന്നത് കൊണ്ട് ഏകവചനമാണ് ഉപയോഗിക്കുക. പക്ഷേ ജെൻഡറിൽ സാമ്യം വേണം, യോജിപ്പ് വേണം. അപ്പൊ കുലൂബ് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിക്കുക. തുമ്മ ഖസത്ത് ഖുലൂബുക്കും ബാധിതാലിക്ക. നൂനിനെ മീമാക്കി മറിച്ച് പിന്നീട് മറച്ച് മണിക്കണം. ബാധിതാലിക്ക, അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടതിന് ശേഷവും ഖസത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഫഹിയ കൽ ഹിജാറത്തി. ഹിജാറത്തിന്റെ ഏകവചനം എന്താണ്? ഹിജ്റോ? നിങ്ങള് ഹജറുൽ അസ്വദിനെ ഇത്രയും പെട്ടെന്ന് മറന്നുപോയാൽ എങ്ങനെയാണ്? ഹജ്ജ് ചെയ്തിട്ട് വന്നല്ലേ ഉള്ളൂ. ഹജ്ജ് ചെയ്തിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഹജറിന്റെ ബഹുവചനമാണ് ഹിജാറത്ത്. ഹജർ എന്ന് പറഞ്ഞു വെച്ചാൽ അവസാനം എന്തോ വേറെ ഒരു അക്ഷരം കൂടി ചേർന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് വേറെ രണ്ടു പറഞ്ഞു. ഹജറത്ത് എന്ന് പറഞ്ഞു. വേറൊരാളാ പറഞ്ഞു. വേറൊരാളാണ്. ഓക്കെ, ഞാൻ ഹജറെന്ന് പറഞ്ഞു. കണ്ടിട്ട് വന്ന ആള് കറക്റ്റാ പറഞ്ഞത്. അപ്പൊ ഹജറിന്റെ ബഹുവചനമാണ് ഹിജാറത്ത്. തർമീഹിന്റെ ഹിജാറത്തിൽ എന്ന് പറഞ്ഞു. കൽ ഹിജാറത്തി, അത് കല്ലിനെ പോലെയാണ്, അല്ലെങ്കിൽ പാറ പോലെയായി. ഔ അല്ലെങ്കിൽ അശദ്ദു ഖസ്വ, അതിനേക്കാളും കടുപ്പമുള്ളത്. അശദ്ദു ഖസ്വതൻ, കാഠിന്യത്താൽ അതിനേക്കാളും കടുപ്പമുള്ളത് എന്നാണ് ഭാഷാർത്ഥം. ഔ അശദ്ദു, അല്ലെങ്കിൽ അതികഠിനം. ഖസ്വതൻ, കാഠിന്യത്താൽ. നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമല്ലോ, അല്ലെങ്കിൽ എന്നല്ല ഇവിടെ ശരിക്കും പറയുന്നത്. ഔ എന്ന പ്രയോഗം വരുന്നുവെങ്കിലും അതൊരു സാഹിത്യമായ ശൈലിയാണ്. വയ്യക്കാൾ ഹിജാർത്തി ഔ അശദ്ദ ഖസ്വ.
അത് പാറ പോലെയായി പോയി. അല്ല, അതിനേക്കാളും കടുത്തുപോയി എന്ന് പറഞ്ഞാൽ സംശയമുണ്ട് എന്നല്ല പറഞ്ഞില്ല. ഹിജാറത്താണോ അതിനേക്കാളും കടുത്തതാണോ എന്നല്ല, സംശയമുണ്ടോ എന്നൊന്നുമല്ല. അതൊരു ശൈലിയാണ്. പാറ പോലെ അല്ല, അതിനേക്കാളും കടുത്തതായി പോയി നിങ്ങളുടെ ഹൃദയം. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ടാണ് പാറയെക്കാളും കടുത്തതാണ് നിങ്ങളുടെ ഹൃദയം എന്ന് പറയാൻ കാരണം, ഇന്ന മിനൽ ഹിജാറത്തി, പാറകളിൽ നിന്നും മാ ഒന്നുണ്ട്, യതഫജ്ജറു മിൻഹു, തഫജ്ജറ പൊട്ടി ഒഴുകും. പൊട്ടി ഒഴുകി പിളർന്നു എന്നാണ് തഫജ്ജറ. മിൻഹു അതിൽ നിന്നും പൊട്ടി ഒഴുകുന്നു. എന്തൊഴുകുന്നു? അൽ അൻഹാർ, ആറുകൾ. അൻഹാർ എന്ന് പറഞ്ഞാൽ ആ പ്രാസത്യത്തിൽ അങ്ങനെ തന്നെ പറയൂ, ആറുകൾ. അൻഹാർ, ആറുകൾ പൊട്ടി ഒഴുകുന്നു. ഇപ്പൊ പാറകളിൽ നിന്നും ആറുകൾ പൊട്ടി ഒഴുകുന്നു, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു അലിവും ഉണ്ടാകുന്നില്ല, ഒരു കനിവും ഉണ്ടാകുന്നില്ല, ഒരു ലാളിത്യവും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്നും നദികൾ അല്ലെങ്കിൽ ആറുകൾ പൊട്ടി ഒഴുകുന്നു. വഇന്ന മിൻഹാ ലമാ യശഖഖു, അതിൽ പിളരുന്നവയുണ്ട്. ഇൻഷക്ക പോലെ, ഇഷക്ക, യശഖഖു, ഇൻഷിക്കാഫ്, ഇൻഷിക്കാഫ്. ഇൻഷിക്കാക്കൊന്നുമല്ല, ഇല്ല, ആ വാക്കിനല്ലേ ഇത് ഇഷക്കാക്കാന്നുള്ള. അത് ഇൻഷക്കയാണ്. പൊട്ടിപ്പിളർന്നു. യഷ്കക്കു, പിളർന്നു. അതിന്റെ മാലി രൂപ ഏതാണ് ഇഷക്കക്ക എന്നുള്ളതിന്റെ? ഷക്കന്നല്ലേ മാമി? ഷക്കക്ക. ഇത് ശബ്ദം ഉള്ളത് കൊണ്ട് തഷക്കക്കയാണ് കേട്ടോ. തഷക്കക്ക യതശക്കക്കു, തഷക്കക്ക തഫഅല രൂപമാണ്. എന്നിട്ട് അതിന്റെ തഷക്കക്ക എന്നതിന് എന്താവും? ഒരു ഷായെ, ഒരു തഷക്കക്ക യതശക്കക്കു, ഒരു തായ എന്ത് ചെയ്യുന്നു? ഷായാക്കി മറക്കുകയാണ്. നമ്മൾ അതേപോലെ ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്, അക്ഷരം മാറ്റുന്നത്. എന്നുള്ളത് ഹൽമി മുദ്ദക്കിർ എന്ന് ചോദിക്കുമല്ലോ. ഹൽമി മുദ്ദക്കിർ എന്നാണ്. ഇൻഫാല പോലെ തദക്കറ പോലെ വരുന്നുണ്ട് അങ്ങനെ. ഇപ്പൊ എന്തായാലും ഇവിടെ യതശക്കഖു, പിളർന്നു. യതശക്കഖു എന്നാണ്, അതാണ് യശക്കഖു. അപ്പൊ എന്തായി? രണ്ട് ശബ്ദം വന്നപ്പോ എന്തായി? അത് പിളരുന്നു എന്നുകൊണ്ട് തീവ്രത കൂട്ടുകയാണ്. നന്നായി പിളർന്ന് എന്ത് ചെയ്യുന്നു? ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്നും വെള്ളം വരുന്നു. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പിളർപ്പുമില്ല, കണ്ട് കെട്ടിയായിട്ടിരിക്കുക. അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു. മൂന്നാമത് ഒരു കാര്യം കൂടെ പറയുന്നു, വഇന്ന മിൻഹാ, ആ പാറകളിൽ നിന്ന് ലമാ യഹ്ബിതു, ഉതിർന്നു വീഴുന്നവരുണ്ട്. ഹബത, യഹ്ബിതു പഠിച്ചിട്ടുണ്ടോ? ആദം അലൈഹിസ്സലാം ഇറങ്ങി പോവാൻ ഭൂമിയിൽ അത് തന്നെ പഠിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ പറയും യഹ്ബിതു എന്ന് പറയുമായിരുന്നു. അത് തന്നെ. അപ്പൊ എന്താ ഇറങ്ങി എന്നാണ്. ലമാ യഹ്ബിതു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഉതിർന്നു വീഴുന്നു. ആ പാറകളിൽ ചിലതുണ്ട്, അത്
താഴോട്ട് ഉതിർന്നു വീഴുന്നു. മിൻ ഖശിയത്തില്ല, അള്ളയെ പേടിച്ച്. അല്ലാഹു അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട്. അള്ളയെ പേടിച്ചുകൊണ്ട് ഉതിർന്നു വീഴുന്ന ചില പാറകളും ഉണ്ട്. അപ്പൊ സുമ്മ കസത്ത് കുലൂബുക്കും, പിന്നീട് നിങ്ങളുടെ ഹൃദയം കഠിനമായി. മിൻ ബാദി ദാലിക, അതിനുശേഷം നിങ്ങളുടെ ഹൃദയം കഠിനമായി. ഫഹിയ കൽ ഹിജാറ, അത് പാറകളെപ്പോലെയായി. ഔ അശദ്ദു കസ്വ, അല്ല അതിനേക്കാളും കാഠിന്യമുള്ളതായി. വഇന്ന മിനൽ ഹിജാറത്തി, യഥാർത്ഥത്തിൽ പാറകളിൽ ചിലത് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്നും ആറുകൾ പൊട്ടി ഒഴുകുന്നു. വഇന്ന മിൻഹ, അവയിൽ ചിലതുണ്ട്. വഇന്ന മിൻഹ ലമ, അവയിൽ ചിലതുണ്ട്. യശഖഖു, പൊട്ടിപ്പിളരുന്നു. വയഖ്റുജു മിൻഹുൽ മാ, അങ്ങനെ അതിൽ നിന്നും വെള്ളം പുറപ്പെടുന്നു. വഇന്ന മിൻഹ ലമ, അതിൽ ചിലതുണ്ട്. യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹയെ പേടിച്ചുകൊണ്ട് താഴേക്ക് ഉതിർന്നു വീഴുന്നു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊന്നും അള്ളാഹ് അശ്രദ്ധനല്ല. അശ്രദ്ധനല്ല. അപ്പോ നിങ്ങളുടെ ചെയ്തികൾ കാരണമായിട്ടാണ് ഹൃദയം കടുത്തു പോകുന്നത്. അതിനെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹ്. അങ്ങനല്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാലമൂനല്ല. അമ്മാ തഅമലൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നല്ലേ പറഞ്ഞത്? താമലൂനല്ല, യാമലൂന. തഅമലൂനുണ്ട്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വഹും യഅലമൂൻ എന്നുള്ള താഴെയാണ് യഅമലൂൻ. യഅലമൂൻ അത് വേറെ. ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഹൃദയം കട്ടിയായി പോയി എന്ന് പറഞ്ഞ ആയത്തിന്റെ അവസാനം പറഞ്ഞത് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. കാരണം ബനൂ ഇസ്രായേലുകാരെ നേരിട്ട് അഡ്രസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് സുമ്മ ഖസത്ത് ഖുലൂബുക്കും, പിന്നീട് നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. അവിടെ മൂസാ നബി അലൈഹി സ്വലാം പശുവിനെ ഇറക്കാൻ പറഞ്ഞ സംഭവം, അതിനോടനുബന്ധമായി അവിടെ ഒരാളെ വധിച്ച സംഭവം, അദ്ദേഹത്തിന്റെ കാതകളെ കുറിച്ച് അറിയാതെ വന്നപ്പോൾ അതിന്റെ ഒരു ഭാഗം കൊണ്ട് തന്നെ അടിക്കുകയും എന്നിട്ട് ആ മരണപ്പെട്ട വ്യക്തി എഴുന്നേറ്റ് വന്ന് എന്നെ കൊന്നത് ഇയാളാണ് എന്ന് പറയുകയും ചെയ്ത ആ ഒരു സംഭവം. അതുപോലെയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടതിന് ശേഷവും നിങ്ങളുടെ ഹൃദയം കട്ടിയായി പോയി, പാറയേക്കാളും കട്ടിയായി പോയി. പാറയിൽ നിന്ന് നദികൾ ഒഴുകുന്നു, പാറ പിളർന്ന് അതിൽ നിന്നും വെള്ളമുണ്ടാകുന്നു. ചില പാറകൾ മുകളിൽ നിന്ന് താഴോട്ട് അള്ളയെ പേടിച്ച് ഉതിർന്നു വീഴുന്നു. അതുപോലെ ഒരു ലാളിത്യവും ഒരു മയവും ഒരു നൈർമല്യവും ഒരു കനിവും ഒന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെ കുറിച്ച് അള്ളാഹ് അശ്രദ്ധനൊന്നുമല്ല, തികച്ചും ബോധവാൻ തന്നെയാണ്. നിങ്ങളെ ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുന്നത് അള്ളാഹ് അറിയാത്തത് കൊണ്ടാണ് എന്നൊരിക്കലും വിചാരിക്കേണ്ട. അള്ളാഹ് അശ്രദ്ധനാണ്, കണ്ടില്ല കേട്ടില്ല എന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട. അള്ളാഹ് എല്ലാം കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചോദിക്കുകയാണ്, അപ്പൊ തത്മാവനായി യുഅ്മിനൂലക്കും, പിന്നെ ചോദിക്കുന്ന ആരോടാണ്? പിന്നെ ചോദിക്കുന്ന മുസ്ലിങ്ങളോടാണ്. നേരത്തെ പറഞ്ഞത് ബനൂ ഇസ്രായേലുകാരോട് നേരിട്ട് ചോദിച്ചതാ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെ, നമ്മുടെ അരുമ കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, കുഞ്ഞ് പെങ്ങന്മാരെ, ഗർഭിണികളെ വെടിവെച്ച്, നിഷേധമൊന്നുമല്ല, നേർക്ക് നേരെ തൊട്ടടുത്ത് നിന്ന് ഗർഭിണികളായ സ്ത്രീകളെ അവരുടെ കുഞ്ഞുങ്ങളുടെ മുമ്പേ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുകയും, വെടിവെച്ച് അവരുടെ വയറ്റിൽ, ഗർഭിണികളുടെ വയറ്റിൽ വെടിവെക്കുകയും ആ ഗർഭസ്ഥ ശിശു പുറത്തു വരികയും ആ വെടിയുണ്ട തന്നെ അവരുടെ മുതുകിലൂടെ പുറത്തു പോവുകയും, ഇതെല്ലാം ആ കുഞ്ഞുങ്ങൾ, അവരുടെ മക്കൾ കണ്ടുകൊണ്ട് നിൽക്കുകയും, എന്നിട്ട് ആ കുഞ്ഞുങ്ങളുടെ വായിൽ അവർ തുറന്ന് നിലവിളിക്കുമ്പോൾ അവരുടെ വായിൽ തോക്കൊണ്ട് വെടിവെക്കുകയും ചെയ്യുന്നവർ, അവർ നമ്മൾ വിചാരിക്കും അല്ലാഹ് ഇവർക്കൊക്കെ ഹിദായത്ത് കൊടുത്തിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. നമ്മൾ പ്രാർത്ഥിക്കും അവർക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കുകയാണെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ. അവരെയൊക്കെ നമ്മൾ കാഫറാണ് എന്ന് വിധി എഴുതാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ അവരെ ഉടമ്പടിയിലൂടെ കൊണ്ടുവരാം എന്നൊക്കെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്.
അവരെങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവരെ നേർക്ക് അവരെ അനുനയിപ്പിച്ചു കൊണ്ടുവരാം. അവരുമായി നമ്മൾക്കിപ്പോ എന്ത് ചെയ്യാം, ഉടമ്പടി സന്ധി ഉണ്ടാക്കാം. അവരുടെ നമുക്ക് എന്ത് ചെയ്യാം, എംബസി തുറക്കാം, അവരുടെ എംബസികൾ തുറക്കാം, അവരുടെ നാട്ടിലേക്ക് നമ്മുടെ അംബാസഡർമാരെ അയക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നിട്ട് അവര് ഇസ്ലാമിലേക്ക് അടുക്കും എന്ന് വിചാരിക്കും. അപ്പൊ മിനുലക്കും ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളിൽ വിശ്വസിക്കും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ തത്മഊൻ അതാണ് മോഹിച്ചു കൊതിച്ചു കാംക്ഷിച്ചു. അപ്പൊ തത്മഊൻ മിനുലക്കും നിങ്ങൾ വിശ്വസിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഓരോ പ്രാവശ്യം സന്ധ്യ ഉണ്ടാക്കുമ്പോഴും അത് ലംഘിക്കാനുള്ള സംവിധാനമാണ് അവർ കാണുന്നത്. ആയിരക്കണക്കിന് പ്രമേയങ്ങൾ UN പാസ്സാക്കിയിട്ടുണ്ട്. UN എന്ന് പറയുന്നത് നോക്കുകുത്തിയാണ്. അത് വേറെ പ്രമേയങ്ങൾ പാസ്സാക്കുമ്പോൾ ഒന്നുകിൽ അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ അല്ലെങ്കിൽ ബ്രിട്ടനോ പിന്നെ ഒരാളുണ്ടല്ലോ വീറ്റോ ചെയ്യുന്ന ചൈനയോ അതിനെ വീറ്റോ ചെയ്യും. ഒന്നുകിൽ ആരെങ്കിലും വീറ്റോ ചെയ്യും. ആരും വീറ്റോ ചെയ്തില്ലെങ്കിലും അത് നടപ്പാക്കാൻ പോകുന്നില്ല. ചോദിക്കി അപ്പൊ തത്മാവനായി യുമിനുലക്കും അവർ നിങ്ങൾ വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അവരെന്താണ് അന്നും ഇന്നും ചെയ്തുകൊണ്ടിരുന്നത്? അവരിലുള്ള ഒരു വിഭാഗം അവരിൽ നിന്നുള്ള ഒരു വിഭാഗം യസ്നഊന കലാം അല്ലാഹി, അള്ളാന്റെ കലാം കേൾക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ ക്ലാസ്സിൽ ജൂതന്മാരും വരും, ക്രിസ്ത്യാനികളും വരും, അല്ലേ? ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന അതാണ്. കലാം അല്ലാഹി, അവർ അള്ളാന്റെ കലാമിനെ കേൾക്കും. പിന്നീട് എന്ത് ചെയ്യും? തിരിച്ചുവിടും. ഹറഫ തെറ്റിച്ചുവിടും, വഴിതിരിച്ചുവിടും. മാറ്റിമറിച്ചു എന്നാണ് അർത്ഥം തന്നിരിക്കുന്നത്. മാറ്റിമറിക്കുകയോ തെറ്റിക്കുകയോ ആശയം വികലമാക്കുകയോ ചെയ്യും. അവർ അറിയാതെയല്ല, അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, അവർക്ക് തിരിയാത്തത് കൊണ്ടല്ല. അക്കല നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അല്ലക്കും താക്കലൂനെന്ന്, നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയെന്ന്. അവർ അതിനെ ഗ്രഹിച്ചതിന് ശേഷം വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട്. ഇവിടെ 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ബോധപൂർവമാണ് ആ കലാമിനെ അല്ലെങ്കിൽ അള്ളയുടെ പ്രസ്താവനയെ തെറ്റിച്ചു വിട്ടത് എന്ന് പറയുന്നതിന് വേണ്ടി 3 പ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് യുഹരിഫൂന എന്ന് പറഞ്ഞു, അപ്പൊ എന്താണ്? മാറ്റിമറിക്കലാണ്. രണ്ടാമത് അക്കലൂഹു, അത് ഗ്രഹിച്ചതിന് ശേഷമാണ് അവരതിനെ മാറ്റിമറിക്കുന്നത്. വഹും യഅലമൂൻ, അവരറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അവരറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഗ്രഹിച്ചതിന് ശേഷം അവരറിഞ്ഞുകൊണ്ട് അതിനെ തെറ്റിക്കുന്നു, മാറ്റിമറിക്കുന്നു. ഏതിനെ? അള്ളാന്റെ കലാമിനെ, അള്ളാഹ് നടത്തിയ പ്രസ്താവന അഥവാ ഖുർആൻ സൂക്തങ്ങളെ. വഇദാ ലഖുല്ലദീന ആമനു, അപ്പൊ ആരെ? കപടവിശ്വാസികളെ കുറിച്ച് പറയും. വഇദാ ലഖുല്ലദീന ആമനു, അവർ വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ. ലഖു എന്നതിന്റെ ഒന്നാമത്തെ രൂപം എന്താ? ലഖിയ. അപ്പൊ ലഖിയയുടെ കർത്താവിന്റെ രൂപം എന്തായിരിക്കും? ലഖിയയുടെ കർത്താവ് ലാക്കിൻ. ലാക്ക എന്ന് വേറെ വാക്കുണ്ട്. ലാക്ക യുലാക്കി എന്നാണെങ്കിൽ മുലാക്കിൻ എന്ന് വരും. അൽ വന്നാൽ അൽ മുലാക്കി എന്ന് പറയും. അപ്പൊ ആമനു, അവർ വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ ആലു ആമന്ന, നമ്മൾ എപ്പോഴും വിശ്വസിച്ചു, അന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചല്ലോ എന്ന് പറയും. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖല എന്താണ്?
തനിച്ചായാൽ നേരത്തെ എന്തായാലും നമ്മൾ പഠിച്ച സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ വൈദാ ഖലൗ അവർ തനിച്ചായാൽ. ഇവിടെ എന്താ പറഞ്ഞത്? വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം എന്നാണ് അവിടെ പറഞ്ഞത്. അവരെ ചെകുത്താന്മാരോടൊപ്പം തനിച്ചായാൽ എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് വൈദാ ഖല ബഅദുഹും ഇലാ ബഅദ്, അവരിൽ ചിലർ വേറെ ചിലരോടൊപ്പം തനിച്ചായാൽ, ഒഴിഞ്ഞിരുന്നാൽ, അവർ മാത്രമായാൽ, കാലു അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും. ഇവിടെ ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു, അള്ളാഹ് നിങ്ങൾക്ക് തുറന്നു തന്നതിനെ എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനെ ബിമാ ഫതഹല്ലാഹു അലൈക്കും, അത് നിങ്ങൾ തുഹദ്ദിസൂന സംഭാഷണം നടത്തുകയാണോ, പറഞ്ഞു കൊടുക്കുകയാണോ? ഖാലു അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? ലിയുഹാജ്ജൂകും ബിഹി ഇൻദ റബ്ബിക്കും, അത് മുഖേന അവർ നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ തർക്കിക്കുന്നതിന് വേണ്ടി. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അവർ ചോദിക്കും. അവർ പരസ്പരം ചോദിക്കും. അള്ളാഹ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യമുണ്ടല്ലോ, തൗറായിലും ഇഞ്ചിയിലും ഒക്കെ വെളിപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? ഇത് ഞങ്ങളുടെ തൗറായിലുണ്ട്, ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇത് തൗറയിലുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കും, നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് തന്നെയാണ് ഈ ഖുർആനിൽ പറയുന്നത്. അംഗീകരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കണ്ടേ എന്ന് അവർ ചോദിക്കും. ഇത് തൗറയിലുള്ളതാണ്, ഇഞ്ചിയിലുള്ളതാണ് എന്ന് നിങ്ങൾ മുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുത്താൽ അതിന്റെ അർത്ഥം നിങ്ങളും മുസ്ലിങ്ങളും ഒന്നാണ്. നിങ്ങൾ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ പറയുന്നത് ശരിയാണ്, നിങ്ങൾ അവരിൽ വിശ്വസിക്കണം എന്നായിത്തീരും. അങ്ങനെ നിങ്ങൾ പറയുകയാണോ എന്ന് അവർ പരസ്പരം ചോദിക്കും എന്നാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. 76 വരെ നമ്മൾ പഠിക്കണ്ടേ? ഇനിയുണ്ടാ? കുറച്ചിട്ടുള്ളൂ അല്ലേ? യശക്കക്ക് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. യശക്കുവിന്റെ മാവി യശക്കക്ക് എന്നാണ്. ഓക്കെ, ഇതിലൊന്നും പുതിയ ഗ്രാമറൊന്നും പഠിക്കാനില്ലല്ലോ. അല്ലാഹ് സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും അതിനോടുള്ള അഭിനിവേശം സമൂഹത്തിൽ വളർത്താനും അറബി ഭാഷ ശരിയായ രീതിയിൽ പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. പീഡനങ്ങളും ബഹിഷ്കരണവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ പ്രയാസങ്ങളെല്ലാം അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ. എല്ലാ സ്ഥലങ്ങളിലും, ഗസയിലായിരുന്നാലും ലബനാനിലായിരുന്നാലും അതേപോലെ ഫലസ്തീൻ്റെ മറ്റു ഭാഗങ്ങളിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും എവിടെയായിരുന്നാലും ചൈനയിലും പല സ്ഥലങ്ങളിലും ആനുകാലികമായ വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം. നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ശരിയായ ബോധം നമുക്കുണ്ടാവണം. പുതിയ സെൻസസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായി എന്താണ് സിറ്റിസൺഷിപ്പ് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. പക്ഷേ ആരും പ്രതികരിക്കുന്നു.
എല്ലാവരും മിണ്ടാതിരിക്കുക. പ്രതികരിക്കണം, പ്രതികരിപ്പിക്കണം. നമ്മൾ വോട്ട് കൊടുക്കുന്നവരെ കൊണ്ട് പ്രതികരിപ്പിക്കണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ദൗത്യം. പക്ഷേ അള്ളാഹ് നമുക്ക് തോൽപ്പിക്കുന്ന കേട്ടെ. എങ്കിൽ മാത്രമേ നമ്മൾ കൊണ്ടിരുന്നാൽ മാത്രമേ ലോകത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കറിയാം, ഇറാനുമായി ബന്ധപ്പെട്ടെന്ന് ആലോചിച്ച് നോക്കാം. അവർ തീവ്രമായ നിലപാടെടുത്ത് അവരെന്താണ് ചടുലമായ എന്നാൽ കൃത്യമായ ഉറച്ച തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലെങ്കിലും എത്തിപ്പെട്ടത്. അതല്ല അഴവഴമ്പൻ നയവും അവരെ അടിയറവ് പറയുന്ന നയവുമാണ് എടുത്തിരുന്നതെങ്കിൽ മുസ്ലിങ്ങളുടെ തന്നെ അവസ്ഥ വേറൊന്നാകുമായിരുന്നു. അത് മുഖേന ലോകത്തിനാണ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരുന്നതും സംഭവിക്കാൻ പോകുന്നു. ഏതായാലും അള്ളാഹ് സമാധാനപൂർണമായ ഒരു ലോകം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا. وعليكم السلام ورحمة الله.